السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായി മജ്ലിസ് നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹിയത്തിലും പരത്തിലും ഉപകരിക്കുന്ന സ്വാലിയായ അഅ്മാലുകളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സ്വാഗത ഭാഷണത്തിലും മറ്റും മനസ്സിലാക്കിയതുപോലെ ഈ പെരടാല എന്ന പ്രദേശത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം വീശി ഒരുപാട് പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിച്ച ഈ പ്രദേശത്ത് ആദ്യമായി പള്ളി ദർസി എന്ന മഹത്തായ ആ സംരംഭത്തിന് തുടക്കം കുറിച്ച അഭിവന്ദ്യ അഹമ്മദ് സഖാഫി ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ മുബാറക് വേൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഹുബ്ബുർ റസൂൽ പ്രോഗ്രാമിലാണ് ലോകത്താകമാനം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടുകയും പറയുകയും വിശ്വാസികളുടെ ഹൃദയത്തിൽ വളരെ ആവേശത്തോടെ പതിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുണ്യ റബീയിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. നമുക്ക് സംഗമിക്കാനും ഒരുമിച്ച് കൂടാനും പ്രകീർത്തിക്കാനും പറയാനും പുകഴ്ത്താനും പാടാനും അവതരിപ്പിക്കാനും ഏറ്റവും അർഹതപ്പെട്ടവർ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം ഈ കാണുന്ന പ്രവിശാലമായ പ്രപഞ്ചവും അതിലടങ്ങിയിരിക്കുന്ന സർവചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ കാരണഭൂതരായത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന ഏത് കാര്യങ്ങളും ഐഹികവും പാരത്രികവുമായ ഏത് നേട്ടങ്ങളും ഏത് സന്തോഷങ്ങളും സുഖങ്ങളും സുഖൈശ്വര്യങ്ങളും എല്ലാം
അത് ലഭിക്കാൻ നിമിത്തമായത് ഇല്ലാ വമുഹമ്മദുൻ സബബുഹാ. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബ് റിസാലയുടെ അവസാന ഭാഗം രേഖപ്പെടുത്തിയതുപോലെ എല്ലാറ്റിനും നിമിത്തമായത് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും വർണ്ണിക്കാനും അവിടുത്തെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉ കടന്നു വരുമ്പോ ഏറെ വിശ്വാസികൾ സന്തോഷത്തോടെ ഹബീബിനെ വാഴ്ത്തുന്നതും ആഹ്ലാദ പ്രകടനം നടത്തുന്നതും സന്തോഷിക്കുന്നതുമെല്ലാം ഈ ഒരു നിമിത്തമായി എന്നതിന്റെ പേരിൽ, അതേ ഇതിന്റെ എല്ലാറ്റിനും കാരണക്കാരായി എന്നതിന്റെ പേരിൽ അവിടത്തേക്ക് അല്ലാഹുവിനിക്ക് നന്ദി രേഖപ്പെടുത്തലും കൂടിയാണ്. കാരണം അല്ലാഹു നമുക്ക് നൽകിയ അളവറ്റ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് അനുഗ്രഹം അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തായി നമ്മെ അല്ലാഹു സൃഷ്ടിച്ചു എന്നതാണ്. മറ്റു നബിമാരുടെ ഉമ്മത്തിനില്ലാത്ത പവർ, മറ്റു നബി പ്രവാചകന്മാരുടെ സമൂഹത്തിനില്ലാത്ത പവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന നമുക്കുണ്ട്. ആ ഹബീബിന്റെ ഉമ്മത്തുകളാകാൻ, ആ ഹബീബിന്റെ സമുദായത്തിലൊരു അംഗമാകാൻ ഭാഗ്യം ലഭിച്ചു എന്നത് വലിയ നിഅമത്താണ്. ആ നിഅമത്തിന് നന്ദി രേഖപ്പെടുത്തണം. ജമ്മുൽ ജവാമിയിൽ പറഞ്ഞില്ലേ, ശുക്റുൽ മുൻഇമി വാജിബുൻ. അതേ അനുഗ്രഹദാതാവിന് നന്ദി രേഖപ്പെടുത്തൽ നിർബന്ധമാണ്. അനുഗ്രഹദാതാവിന് നന്ദി രേഖപ്പെടുത്തൽ നിർബന്ധമാണ്. ജഗനിയന്താവായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇത്രമേൽ വലിയ അനുഗ്രഹം തരുമ്പോൾ അതിന് നന്ദി രേഖപ്പെടുത്തണ്ടേ. ആ നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ പൈർ പ്രകടനമാണ് ഇതുപോലുള്ള ഹുബ്ബുർ റസൂൽ കോൺഫറൻസുകള്, ഹബീബിനെ കുറിച്ച് പറയുന്നത്, പാടുന്നത്. നമ്മുടെ ചെറിയ മക്കള്, ചെറിയ കുരുന്നു മക്കള് തൊട്ട് മുതിർന്നവർ വരെ ഹബീബായ തങ്ങളെ പ്രകീർത്തിക്കുകയാണ്. അവരവർക്ക് കഴിയുന്ന വിധത്തിൽ ഹബീബിനെ പാടുന്നു, പുകഴ്ത്തുന്നു. നമ്മുടെ കേരളത്തിലേറെ പ്രചാരത്തിലുള്ള മൻകൂസ് മൗലൂദ് പാരായണം ചെയ്യാത്തവർ നന്ന കുറവായിരിക്കുമല്ലോ. ആ മൻകൂസ് മൗലിദിന്റെ ഓരോ വരികളോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ്. അതിന്റെ ഓരോ വരികളും വിശുദ്ധമായ ഖുർആനിൽ മുത്തുനബി തങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ കണ്ടന്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിധത്തിലേക്ക് മൻകൂസ് മൗലിദിന്റെ വരികള് നമ്മെ അവിടുന്ന് സന്തോഷിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങള് മുഖേനയല്ലേ നമുക്ക് രക്ഷ. ഈ ലോകത്തും പരലോകത്തും നമുക്ക് രക്ഷ. നമ്മുടെ വിജയത്തിന്റെ നിദാനം റഹ്മത്തുൽ ലിൽ ആലമീൻ, അനീസുൽ ഗരീബീൻ, മൽജഹുൽ ഫുഖറാഹി വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
الصلاة القائمة محمد الوسيلة നിർത്തുകയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് നമുക്ക് എല്ലാ ഗുണങ്ങൾ ലഭിച്ചതും നമുക്ക് നമ്മെ രക്ഷപ്പെടുന്ന ഹബീബായ തങ്ങളാണ്. അന്ത മുൻജീനാ ഗദാ മിൻ ശഫാതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ഈ ലോകത്തും ഉമ്മത്തിന് വേണ്ടി എന്നും ശബ്ദിച്ച നേതാവ്, സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളും പരാധീനതകളും കേട്ട് എന്നും സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ശബ്ദിച്ച നേതാവ്, തുല്യതയില്ലാത്ത നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളെ ഏത് സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്റെ സമൂഹമെന്ന് ഏത് സന്തോഷ സന്താപഘട്ടങ്ങളിലും ഹബീബായ തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ശബ്ദിച്ച ഇടപെട്ട നേതാവാണ്. ഉമ്മത്തിനെ ഓർത്ത നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതേ വഫാത്തിന്റെ സമയത്ത് ഈ ലോകത്തോട് പിരിയുന്നതിന്റെ പേരിൽ ഹബീബിന് വിഷമമുണ്ടായില്ല, മറിച്ച് അവിടുന്ന് അല്പം മനോവിഷമമുണ്ടായത്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ കാലശേഷം ഞാനിതാ പരിവർത്തിപ്പിച്ച സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ അസാൻമാർഗികമായ വഴിയിൽ ജീവിച്ചിരുന്ന വൈജ്ഞാനികമായ വശങ്ങൾ തീണ്ടാത്ത അസാൻമാർഗികമായ വഴിയില് അതേ അധർമ്മങ്ങളുടെ മരുക്കാറ്റിൽ ആപ്പതിച്ചു പോയ സമൂഹത്തെ സമുദ്ധരിച്ച് ആ സമുദ്ധാരണ പ്രവർത്തനത്തിലൂടെ പരിവർത്തനം ലഭിച്ച എന്റെ സമൂഹം പഴയ ആ ഇരുണ്ട യുഗം, ഡാർക്കേജ് യുഗമെന്ന് വിശേഷിപ്പിച്ച രീതിയിലേക്ക് തിരിഞ്ഞു നടന്നേക്കുമോ, വഴികേടിലാകുമോ എന്ന് എന്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണെന്ന് വഫാത്തിന്റെ സമയത്തും അവിടുന്ന് നമ്മെ ഓർത്ത് കരഞ്ഞ നബി ഹബീബായ തങ്ങള് നാളെ അതാ നമ്മുടെ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെടുന്ന മഹ്ശറയില്ലേ, ആ മഹ്ശറയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റെക്കമെൻഡ് മുഖേനയാണ് നമുക്കും അവിടുന്ന് രക്ഷ. അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ, അങ്ങയുടെ വ്യക്തമായ റെക്കമെൻഡിലൂടെ ശഫാഅത്തിലൂടെ ഞങ്ങളെ അങ്ങ് അതേ നാളെ പരലോകത്ത് മഹ്ശറയില് അവിടുന്നുള്ള എല്ലാ ഇടങ്ങളിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നേതാവ്, ഞങ്ങളെ അതാ അങ്ങാട് രക്ഷപ്പെടുത്തുന്ന നേതാവ്, അങ്ങ് ഞങ്ങളെ രക്ഷകനാണ് നബിയേ. മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകത്വൽക്കഷ്ടരായ നബിയേ, അങ്ങയെപ്പോലെ ഞങ്ങൾക്ക്, അങ്ങയെപ്പോലെ ആരാണ് ഞങ്ങൾക്കുള്ളത്? അങ്ങയെപ്പോലെ അങ്ങയ്ക്ക് സമാനമായി അങ്ങയോളം ഞങ്ങൾക്ക് എടുത്ത് കാട്ടാൻ പറയാൻ ലോകത്താരാണുള്ളത്? സ്വന്തം വാപ്പയെക്കാളും ഉമ്മയെക്കാളും അതിലേറെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട നബിയല്ലേ അങ്ങ്. അങ്ങയോട് പോന്ന ഒരാളുമില്ലല്ലോ. ആ നിലക്ക് മങ്കൂസിന്റെ വരികളിൽ നമ്മൾ നന്നായി വർണ്ണിച്ച് ആലപിക്കാറില്ലേ? അതേ, ആ ഹബീബിനോട് തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാനുള്ളത്. അത് പറയാൻ അർഹനായ നേതാവാണ്, ഏറ്റവും
വലിയ പവർഫുള്ളായ ഒരു ലീഡറാണ്. അന സയ്യിദു വൽദി ആദം മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി തങ്ങളല്ലേ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന്റെ പ്രയാസങ്ങളുള്ള സമയത്ത് വിപൽഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമീപിക്കാനുള്ള ആള് ഞാനാണ്. അന സയ്യിദു വൽദി ആദം. ഞാൻ ഏത് സമയത്തും എന്നെ സമീപിക്കുമ്പോ ഏത് പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, കഷ്ടതകളുണ്ടോ, പരാധീനതകളുണ്ടോ, സമീപിക്കാനുള്ള ആള് ഞാനാണ്. അവിടുത്തെ യോഗ്യത അവിടുന്ന് പഠിപ്പിച്ചു തന്നപ്പോ അതിനർഹരായ ആളുകളോടല്ലേ ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരാൾ കുറ്റം ചെയ്യുക എന്നത്, തെറ്റുകൾ അകപ്പെടുക എന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണല്ലോ, ഏറ്റവും വലിയ വിപൽഘട്ടമാണല്ലോ. അതുകൊണ്ട് ആ മങ്കുസിൽ ചൊല്ലുന്നത്, മങ്കുസ് മൗലിദിൽ നമ്മൾ ആലപിക്കുന്നത് ഇർതകബ്തു അലൽ ഖതാ ഗൈറ സിരിൻ വഅദദ لك أشكو فيه يا سيدي خير النبي. എണ്ണിത്തിട്ടപ്പെടുത്താൻ അസാധ്യമായ പാകപ്പിഴവുകള്, കുറ്റകൃത്യങ്ങള്, തെറ്റുകളുടെ വാഹനം കയറിയവനാണ്. അതുകൊണ്ട് നബിയേ, അങ്ങ് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് മാപ്പ് തരണമെന്ന വരി അങ്ങ് പാടുമ്പോ വിദ്യാർത്ഥികാരൻ ദഹിക്കൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമില്ലാത്ത, മഹബ്ബത്ത് മനസ്സിൽ പതിയാത്ത, പോവട്ടെ ലെവലേശം പോലും ഒരു തരി മുത്തുനബി തങ്ങളോട് മഹബ്ബത്തില്ലാത്ത വിദൈ കക്ഷികൾ അത് പാടുമ്പോൾ ആ ഒരു വരി ഉള്ളത് കൊണ്ട് മങ്കുസും ഒരു ശിർക്കിന്റെ വരിയാണ്, ശിർക്കിന്റെ ഏടാണ്, ശിർക്കിന്റെ അതേ പ്രസിദ്ധീകരണമാണ് എന്നതിലേക്ക് പറയുന്നുവെങ്കിൽ അവർക്ക് വിശുദ്ധ ഖുർആനെ കുറിച്ച് ബോധ്യമില്ല, അവർക്ക് ഹദീസ് അറിയില്ല. അന സയ്യിദു വൽദി ആദം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. അതേ, ഏത് വിപൽഘട്ടത്തിലോ ഏത് കുറ്റകൃത്യം ചെയ്ത സമയമാവട്ടെ, എന്താണോ എന്റെ ഉമ്മത്തിന്റെ പ്രശ്നമുള്ളത്, ആ സമയത്തിനെ സമീപിക്കാനുള്ള ആളാണ്. ഒരു ഹദീസ് തന്നെ ഇതിന് തെളിവാണ്. ഒരു ഖുർആനിലുമില്ലേ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊ ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റ് ചെയ്ത വിശ്വാസികൾ നബി തങ്ങളെ ചാരത്ത് ചെല്ലണം, അവിടുത്തെ സമീപത്ത് ചെന്നുകൊണ്ട് അവലാതി പറയണം. അതേ ഹബീബിന്റെ സമക്ഷത്തിൽ പോയി പറയണമെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അങ്ങനെ പറയുമ്പോ നബി തങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അത് നിമിത്തം അല്ലാഹു പുറത്തു കൊടുത്ത് പാപമുക്തരായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അതുകൊണ്ടാണ് നമ്മൾ നബിത്തങ്ങളോട് പറയുന്നത്, ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ, ഇതുപോലുള്ള കോൺഫറൻസുകളിൽ ഭാഗവാക്കായാൽ, ഇതിനു വേണ്ടി സഹായിച്ചാൽ, ഇവിടെ അറിഞ്ഞു ഇതിന്റെ മുഴുവൻ ചെലവും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ ദിൽദാറാണ്. നല്ല വശങ്ങളിലേക്ക്, ദീനിന്റെ സംരംഭങ്ങളിലേക്ക് എപ്പോഴും നല്ല ആവേശത്തോടെ ഇങ്ങോട്ട് ചോദിച്ചു ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചെയ്താൽ ലഭിക്കുന്ന നേട്ടമെന്താ എന്റെ പ്രിയപ്പെട്ടവർക്കറിയാമല്ലോ. വിശുദ്ധ ഖുർആനിൽ അതേ ആക്ഷേപിച്ചുകൊണ്ട് സൂറത്തിറങ്ങിയ ഒരു വ്യക്തി അബൂ ലഹബ്. ഹബീബായ തങ്ങളെ പിതൃ സഹോദരനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ
അവിടുന്ന് ആക്ഷേപിച്ചപ്പോ അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു സൂറത്ത് തന്നെ ഖുർആനില്ലേ. ആ അബൂലഹബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും അവിടുന്ന് നരകത്തിന് ശിക്ഷ ഇളവ് ലഭിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നുവെങ്കിൽ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമല്ലേ. മഹാന്മാരവർക്കുള്ള ഗ്രന്ഥങ്ങളിൽ മഹാനായ ഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നു, അതേ അബൂലഹബ്, ആ അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ അവതീർണമായിട്ടുണ്ട്. ഫൈദാ കാന അബൂലഹബിൽ കാഫിറു അല്ലദീ നസറൽ ഖുർആനു ബിദമ്മിഹി ജൂസിയ ഫിന്നാരി ബിഫർഇഹി ലൈലത മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അതേ സത്യനിഷേധിയായ അബൂലഹബ് ഖുർആൻ ആക്ഷേപിച്ച് ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ച ആ അബൂലഹബിന് കഥാ നരകത്തിൽ നിന്ന് ശിക്ഷ ഇളവ് ലഭിക്കുന്നുവെങ്കിൽ പഠിച്ചോളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ, മുഴുവൻ മുഅ്മിനീങ്ങളും ശ്രദ്ധിച്ചോളൂ. ഫമാ ഹാലുൽ മുസ്ലിമിൽ മുവഹ്ഹിദി മിൻ ഉമ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസുറു ബിമൗലിദിഹി വയബ്സുലു മാ തസിലു ഇലൈഹി ഖുദ്റതുഹു ഫീ മഹബ്ബതിഹി ലഅംരി ഇന്നമാ യകൂനു ജസാഉഹു മിനല്ലാഹിൽ കരീം അൻ യുദ്ഖിലഹു ബിഫളിഹി ജന്നാത്തിൻ നഈം. സത്യനിഷേധിയായ അബൂലഹബിനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ സന്തോഷ പ്രകടനം നടത്തി അവിടുത്തെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ച കാരണം കൊണ്ട്, അതുപോലെ നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നരകത്തിൽ അകപ്പെട്ട അബൂലഹബിന് ശിക്ഷ ഇളവ് ലഭിക്കുന്നു എല്ലാ തിങ്കളാഴ്ച രാവുമെങ്കിൽ. ഹബീബായ തങ്ങളെ പരിധിയില്ലാത്ത സ്നേഹിക്കുന്ന, ഹബീബായ തങ്ങളെ വല്ലാത്ത പ്രണയിക്കുന്ന, മനസ്സകമിൽ ഹബീബായ തങ്ങൾ പതിഞ്ഞ വിശ്വാസിയായ, എന്നും മുത്തുനബി തങ്ങളെ വർണ്ണിക്കുന്ന, അവതാരങ്ങൾ പാടുന്ന പറയുന്ന, അതിനു വേണ്ടി അതേ വഴികൾ ഒരുക്കി കൊടുക്കുന്ന ഇതുപോലുള്ള സംരംഭങ്ങളും ആ പ്രോഗ്രാമുകൾക്ക് വേണ്ടി സാധ്യമാകുന്ന വിധത്തില് അവനിക്ക് അല്ലാഹു നൽകിയ ഔദാര്യം ചെലവഴിക്കുന്ന, അതിന് വേണ്ടി ചെലവഴിക്കുന്നവർ, ഹബീബായ തങ്ങളെ പ്രശംസിക്കാൻ ആവശ്യമായ വഴികൾ ഒരുക്കുന്നവർ, അതേ വയബ്സുലു ബിഫളിഹി, അതേ അവർക്ക് നൽകിയ സമ്പത്ത് അവൻ വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ ദിൽദാർ ഇതിന് ചെലവഴിച്ചു. പലരും അതിന് പല വിഷയങ്ങൾക്കായി മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് ചെലവഴിക്കുന്നില്ലേ? നമ്മുടെ വീടുകളിൽ മൗലീദ് നടത്താറില്ലേ? ഇങ്ങനെ മുത്തുനബി തങ്ങളെ പേരിൽ ചെലവഴിക്കുന്നത് നമ്മുടെ മദ്രസയിലെ മക്കൾക്ക് വേണ്ടി അവരാലപിച്ച അതേ അവരുടെ ആ ഗാനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും പ്രചോദനമായി കൊണ്ട് സമ്മാനം നൽകാൻ വലിയ തുകകൾ നമ്മൾ ചെലവഴിക്കുന്നില്ലേ? ഇതെല്ലാം അതേ നമുക്ക് സ്വർഗ്ഗലബ്ധി നേടാനുള്ള കാരണമാണ്. അതേ സത്യനിഷേധിയായ അബൂലഹബിനിക്ക് നബി തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിച്ച് അവിടെ ശിക്ഷ ഇളവ് ലഭിച്ചുവെങ്കിൽ വിശ്വാസികളായ ആളുകള്, എന്നും ഹബീബിനെ നെഞ്ചിലേറ്റിയ ആളുകള് അതേ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ഭാഗവാക്കാകുമ്പോ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ അവന് വിജയിക്കുമെന്നതോ അവൻ സ്വർഗത്തിൽ കടക്കുമെന്നതിലും സംശയമില്ലല്ലോ. വീണ്ടും ധാരാളം മഹാന്മാർ അവർക്കുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ ചുരുക്കട്ടെ, അതേപോലെ തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. മഹാനായ അതേ
ഹാഫിദ് ശംസുദ്ദീൻ ഇബ്നു നാസിർ ദിമശ്കി റഹിമഹുല്ലാഹ് അവിടത്തെ മൗലിദ് സാദി ഫീ മൗലിദിൽ ഹാദി എന്ന കിതാബിൽ പറയാണ് ഖദ് സഹന്ന അബാ ലഹബിൻ യുഖഫഫു അൻഹു അദാബുൻ നാരി ഫീ മിസ്ലി യൗമിൽ ഇസ്നൈൻ ലിഇതാഖിഹി സുവൈബത സുറൂറൻ ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് അടിമയാകുന്ന സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ച കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂ ലഹബിന് ശിക്ഷ ഇളവുണ്ടെന്ന് വളരെ വ്യക്തമായി രേഖപ്പെട്ട യാഥാർത്ഥ്യമാണല്ലോ. ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂല ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ ഫവല്ലന്നു ബിൽ അബ്ദില്ലദീ തൂല ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. മുഴുവനും ജീവിതകാലമത്രയും ഹബീബായ തങ്ങളെ സ്നേഹിച്ച് അവിടത്തെ മഹബത്ത് വെച്ച അവിടത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ച് അവിടത്തെ വല്ലാത്ത പ്രണയിച്ച് ജന്മദിനത്തിൽ സന്തോഷിച്ച് അവിടുന്ന് പറഞ്ഞ ജീവിത രീതികളെല്ലാം തന്റെ പ്രവൃത്തി പദത്തിൽ പുലർത്തി ജീവിച്ച അതേ വിശ്വാസിയായ ആളുകളാതലേക്ക് മരിച്ചു കിട്ടിയാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആ ഹബീബിനെ സ്നേഹിക്കാനും ധാരാളം പാടാനും പറയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.